ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഉത്തപ്പമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ ഉത്തപ്പം തയ്യാറാക്കാനുള്ള ബാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി തയ്യാറായതാണ്. നമ്മൾ ദോശമാവിൻ്റെ ബാക്കി വന്ന ബാറ്ററോ അതല്ലെങ്കിൽ ഇഡ്ഡലി മാവിൻ്റെയോ അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ ബാറ്ററിലും നമുക്ക് ഉത്തപ്പം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഉത്തപ്പത്തിന് വെള്ളയപ്പത്തിൻ്റെ ബാറ്ററിലാവുമ്പോൾ ഒരു ചെറിയ മധുരമാകുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ദോശമാവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലി ബാറ്ററാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പാകം. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ എടുത്തിരിക്കുന്നത് സവാള, അതുപോലെ തന്നെ ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ അതുപോലെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, അപ്പോൾ അത് കാരണം ഞാൻ എടുക്കാഞ്ഞ്. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റും നല്ലത് തന്നെയാണ്. നന്നായിട്ട് ഫൈനലി ചോപ്പ് ചെയ്യണം, എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഒരുപാട് കനത്തിലിടാൻ പാടില്ല. പിന്നെ നമ്മൾ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ്, ജീരകം ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിടാം. ജീരകത്തിൻ്റെ ഒരു സ്മെല്ല് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചതയ്ക്കുക, പൊടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ എടുക്കുക, അത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ദോശ തയ്യാറാക്കുന്നത് പോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിടുക. അതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് അധികം പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം തിക്നെസ്സിലാണ് നമ്മൾ ഊത്തപ്പം തയ്യാറാക്കുക. അപ്പോൾ ഒരുപാട് പരത്തണ്ട, ഈ ഒരു തിക്നെസ്സിൽ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും കൂടി ഒരുമിച്ച് ആക്കാം. പക്ഷേ അത് അങ്ങനെ ചെയ്യേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ഐറ്റംസും ഇതിൽ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. ഇപ്പോൾ ക്യാരറ്റ് താല്പര്യമില്ലാത്തവർക്ക് നമുക്കത് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്കാണെന്ന് വെച്ചെങ്കിൽ പച്ചമുളക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അധികം പച്ചമുളകിൻ്റെ ഒക്കെ അതിൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ കുട്ടികൾക്ക് അത്ര ഇതായിട്ട് തോന്നില്ല. അപ്പോൾ അത് കാരണം നമുക്കതൊക്കെ ഒഴിവാക്കാം. അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ അത് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാമല്ലോ. ഇതുപോലെ സെപ്പറേറ്റഡ് ആയിട്ട് വെച്ചാലായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. ഒരുപാട് കനത്തിലൊന്നും ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ നമുക്ക് വെന്ത് കിട്ടാനൊക്കെ പാടാവും. അതുപോലെ നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇടയിൽ പച്ചമുളക് കടിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നൊന്നുമില്ല. അതുപോലെ കുരുമുളക് പൊടി, അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടുക കുറയ്ക്കുക അതൊക്കെ ചെയ്യുക. അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് വരുന്നത് നന്നായിരിക്കും. അതുപോലെ തക്കാളി ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട. ജീരകം, പിന്നെ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് മുകളിൽ ഇട്ട് കൊടുക്കുക. ബാറ്ററിലുള്ള ഉപ്പ് അതിനകത്ത് ഉണ്ടായിരിക്കും. നമ്മൾ ഈ വെജിറ്റബിൾസിനുള്ള ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത്തിരി ഓയിൽ ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അല്പം ഓയിലോ അഥവാ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റോ 2 മിനിറ്റ് നേരം വേവിച്ചതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോഴാണ് കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഊത്തപ്പം തയ്യാറാക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേറെ വെജിറ്റബിൾസ് ഏതെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ആ ഒരു സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിന് ശേഷം പതുക്കെ മറിച്ചിട്ട് കൊടുക്കുക. ഉണ്ടല്ലേ, അടിഭാഗമൊന്നും കരിയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതന്നെ മീഡിയം ഫ്ലെയിം എന്ന് പറയുന്നത്. ഹൈ ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് അടിഭാഗമൊക്കെ കരിഞ്ഞ് പോവുകയും ചെയ്യും, നമ്മുടെ ഇതൊന്നും വെന്ത് വരില്ല. ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ മറിച്ചിട്ട് ഇതുപോലെ തന്നെ 1 മിനിറ്റ് നേരം ഈ ഫ്ലെയിമിൽ തന്നെ കിടന്ന് ഒന്ന് വെന്തതിന് ശേഷം മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക്. അപ്പോൾ നമ്മുടെ എല്ലാ ഊത്തപ്പങ്ങളും തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. നമ്മൾ ദോശയ്ക്കൊക്കെ ചേർക്കുന്ന ഓയിലിനെക്കാട്ടും കുറച്ച് കൂടുതൽ ഓയിലായാലോ നെയ്യായാലോ കൂടുതൽ ഇട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ അതിൽ ആ ഒനിയനും അതുപോലെ ക്യാരറ്റൊക്കെ നന്നായി ഫ്രൈ ആയി വരുള്ളൂ. അപ്പോൾ അത് കാരണം കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു പാകമായി വരുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്